മണിപ്പൂർ ഏറെക്കാലമായി ബി.ജെ.പിക്ക് തലവേദനയായി തുടരുകയാണ്. മണിപ്പൂരിലെ ഓരോ മൺതരി പോലും ബി.ജെ.പി സർക്കാരിനെ വെറുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്ര വലിയ സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടും ഇന്നുവരെ തിരിഞ്ഞു നോക്കാൻ മോദി എന്ന രാജ്യതലവൻ തയ്യാറായിട്ടില്ല. അതിന്റെ മറുപടി തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സർക്കാരിന് മണിപ്പൂർ ജനത നൽകിയത്. ഒരു സീറ്റ് പോലും ഇത്തവണ ബി.ജെ.പിക്ക് അവിടെ ലഭിച്ചില്ല. എന്നാൽ കോൺഗ്രസിന് 2 സീറ്റ് ലഭിക്കുകയും ചെയ്തു. ഏതായാലും മണിപ്പൂർ കലാപം ചൂണ്ടിക്കാട്ടി RSS നേതാക്കൾ വരെ മോദിക്കെതിരെ കലിതുള്ളി രംഗത്തു വന്നിരിക്കുകയാണ്. മണിപ്പൂരിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് RSS മേധാവി മോഹൻ ഭാഗവത് മോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. ബി.ജെ.പിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. മണിപ്പൂരിൽ കലാപം തുടങ്ങിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും മോദി മണിപ്പൂർ സന്ദർശിച്ചിരുന്നില്ല. മണിപ്പൂരിലെ സാഹചര്യം മുൻഗണനയോടെ പരിഗണിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് വാചാടോപങ്ങൾ മറികടന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മണിപ്പൂർ സമാധാനത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം സമാധാനപരമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തോക്കു സംസ്കാരം വീണ്ടും വർദ്ധിച്ചു. മണിപ്പൂർ സംഘർഷം പരിഹരിക്കേണ്ടത് പ്രധാനമാണ് എന്നും അതിന് മുൻഗണന നൽകണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് സംസാരിച്ച മോഹൻ ഭാഗവത് ഫലം പുറത്തുവരികയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തതിനാൽ അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കാമെന്നും വ്യക്തമാക്കി. സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്നും അതുവഴി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നും ഭാഗവത് എടുത്തു പറഞ്ഞു. തിരഞ്ഞെടുപ്പ് സമവായമുണ്ടാക്കാനുള്ള പ്രക്രിയയാണ്. പാർലമെന്റിന് 2 വശങ്ങളുണ്ട്. അതിനാൽ ഏത് ചോദ്യത്തിന്റെയും 2 വശങ്ങളും അവതരിപ്പിക്കാൻ കഴിയുമെന്നും RSS മേധാവി പറഞ്ഞു വെക്കുന്നു. ലോകമെമ്പാടുമുള്ള സമൂഹം മാറിയിട്ടുണ്ട് എന്നും അതിന്റെ ഫലമായി വ്യവസ്ഥാപരമായ മാറ്റമുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതാണ് ജനാധിപത്യത്തിന്റെ സത്ത എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരസ്പരം ചീത്ത വിളിക്കുന്നത് സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുമെന്നത് കണക്കിലെടുക്കുന്നില്ലെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. RSSനെ പോലും ഇതിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ആളുകൾ പരസ്പരം ചെളിവാരിയെറിയുന്നതും സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നതും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും ശരിയല്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു. തിരഞ്ഞെടുപ്പ് ഭ്രാന്ത് ഒഴിവാക്കി രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നും നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. ഇംഫാൽ താഴ്വര ആസ്ഥാനമായുള്ള മെയ്തികളും കുന്നുകളിൽ നിന്നുള്ള കുക്കികളും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മണിപ്പൂർ വംശീയ ആക്രമണത്തിലേക്ക് വീണിരുന്നു. ഈ കലാപത്തിൽ 200-ലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു. സമാധാന അന്തരീക്ഷം രൂപപ്പെടുന്നതിനിടെ വീണ്ടും സംസ്ഥാനത്ത് സംഘർഷം ഉടലെടുത്തു. പൊതുവെ എല്ലാവരും സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും കഴിഞ്ഞിരുന്നു. ജിരിബാം ജില്ലയിലാണ് ഇപ്പോൾ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ജില്ലയിൽ സായുധ സംഘം ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി N ബീരൻ സിംഗിന്റെ വാഹന വ്യൂഹത്തിനെതിരെ വെടിവെപ്പുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നും വളരെ പേടിയോടെയാണ് ഇവിടുത്തെ ഓരോ പുൽനാമ്പും ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എപ്പോഴാണ് ആക്രമണം വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് മോദി സർക്കാർ.